A wave for one-dimensional oscillator is phi of x is equal to a raised to minus alpha square s square divided by 2 for the ground state with energy E0 h cut omega by 2 where alpha square is equal to m omega by h cut where when a perturbation v of t is equal to E0 alpha x divided by 10 whole raised to 4 is applied to the first order change in the ground state. Energy is A is equal to 0 divided by 2 10 raised to minus 4 and അടുത്ത ഓപ്ഷൻ B is equal to 3 E0 10 raised to minus 4 3 by 4 E0 10 raised to 4 E0 into 10 raised to minus 4 നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കേണ്ടത് എന്താ, നമ്മുടെ എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു പെർട്ടർബുലേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതാണ്. അതുപോലെ തന്നെ നമ്മളോട് ഫസ്റ്റ് ഓർഡർ ഈസ് അപ്ലൈ ടു ദി ഫസ്റ്റ് ഓർഡർ ചേഞ്ച് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എനർജിയിലുള്ള ചേഞ്ചാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയിലുള്ളത് ഫസ്റ്റ് ഓർഡർ. എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇവനെ നോർമലൈസ് ചെയ്തിട്ട് ഇതിൽ എൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും ഫസ്റ്റത്തെ കാര്യം. നോർമലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടെ നമുക്ക് ലിമിറ്റ് തന്നിട്ടില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, 0 ആണ് ആവാം, വേണ്ട കുഴപ്പമില്ല. എന്തായിരിക്കും? സെയിം ബേസാം. അപ്പോൾ അത് ന്യൂമറേറ്റ് നമ്മൾ പവറുകൾ കൂട്ടാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും? -2 ആൽഫ സ്ക്വയർ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡോട്ട് ഇ റൈസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എസ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ശരിയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാൻ ശരിയുണ്ടെങ്കിൽ എ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, വേണ്ട, എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഗൗഷ്യൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇത്ര ആയിരിക്കും കിട്ടുക. എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ബൈ ഹോൾ റൈസ് ടു 1/2 എന്നായിരിക്കും കിട്ടുക. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൗണ്ട് സ്റ്റേറ്റിനാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ എൻ്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഇവനായിരുന്നു നമ്മുടെ ഫംഗ്ഷന്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കാം. വി എന്തായിരുന്നു? വിൻ്റെ E0 ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ 10 ഹോൾ റൈസ് ടു 4 എന്നായിരുന്നു. അതുപോലെ തന്നെ ഇവനെ വീണ്ടും നമ്മൾ എഴുതുവാണ്. ഇവർ രണ്ടിനും നമ്മൾ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1 ആയിരിക്കും പവർ. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 2 പവറും കൂടി കൂട്ടുമ്പോൾ ഇ റൈസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിരിക്കും.
E0 ഇവനെ നമ്മൾ സ്ക്വയർ ചെയ്യാം. സോറി, ഹോൾ റൈസ് ടു 4 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെയൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇവരിൽ നമ്മൾ ഇത്രയും ആൾക്കാരെ പുറത്തിറക്കി. പിന്നെ ഇവനെ പുറത്തിറക്കണം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കണ്ടുപരിച്ചുള്ള ഒരാളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ? ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ 2 റൈസ് ടു 2n ആൽഫ റൈസ് ടു n റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ ആൽഫ എന്നാക്കാൻ പറ്റും. അയ്യോ, ഇവിടെ എ ആണ് കേട്ടോ. ഇവിടെ ആൽഫ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ വെച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുല പഠിച്ചിരിക്കണം. അതായത് ഇൻ്റഗ്രൽ ഓഫ് -∞ ടു +∞ റൈസ് ടു ax² x റൈസ് ടു 2n dx എന്ന് പറയുന്നത് 2n ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ 2 റൈസ് ടു 2n റൈസ് ടു n റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ a ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെ നോക്കും. ഇവിടെ നമുക്ക് എന്താ വന്നിട്ടുള്ളത്? ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ട് കോൾ ചെയ്യാം? a ആയിട്ട് കോൾ ചെയ്യാം തൽക്കാലം. നമ്മൾ കോൾ ചെയ്തു. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരാം? ഇവനെ ഇതിൻ്റെ ടേംസിൽ നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവന് 2 ഫാക്ടോറിയൽ 2 റൈസ് ടു 4 റൈസ് ടു 2 ഇവരാണ് n. എഴുതാൻ പറ്റും. ഇത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 2 തന്നെയായിരിക്കും. 2 റൈസ് ടു 4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 4 ആ. ഇതെന്തായിരിക്കും? 1 × 2 × 3 × 4 ആണ് 4 ഫാക്ടോറിയൽ. 2 × 4 × 4 × a² റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ a. ഇവനും ക്യാൻസലായിപ്പോയി, ഇവനും ക്യാൻസലായിപ്പോയി. നമുക്ക് ബാക്കി കിട്ടണം എന്തായിരിക്കും? 3 ഡിവൈഡഡ് ബൈ 4 a² റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ a ആണ്. ഈ a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? a എന്ന് പറഞ്ഞത് ആൽഫ സ്ക്വയറാണ്. അപ്പോൾ ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ആൽഫ റൈസ് ടു 4 ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞത് ആൽഫ സ്ക്വയർ ആണ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം? 3 ഡിവൈഡഡ് ബൈ 4 ആൽഫ റൈസ് ടു 4 3 ഡിവൈഡഡ് ബൈ 4 ആൽഫ റൈസ് ടു 4 റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ. അതായത് 3 ഡിവൈഡഡ് ബൈ 4 ആൽഫ റൈസ് ടു 4 റൂട്ട് ഓഫ് പൈ ഇതായിരിക്കും. റൂട്ട് പോവും, ഇങ്ങനെ ആയിരിക്കും കിട്ടാം.
അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതാന്ന് കിട്ടി. നമുക്ക് എന്തായിരിക്കും E0 ഇതാണ് നമ്മുടെ എന്ത് വാല്യൂ വന്നിരിക്കുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവനെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. എന്തായിരിക്കും E0 ആൽഫ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 10 റൈസ് ടു 4 ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ബൈ ഇവൻ ഇതുപോലെ തന്നെ എഴുതാം. നമ്മുടെ ഇൻ്റഗ്രൽ അല്ലേ 3 ഡിവൈഡഡ് ബൈ 4 ആൽഫ റൈസ് ടു 4 റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ ആൽഫ. റൂട്ടല്ല കേട്ടോ അവിടെ റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ ആൽഫ. അപ്പോൾ പിന്നെ നമുക്ക് ക്യാൻസലാക്കി കളയാം. എങ്ങനെ ക്യാൻസലാക്കി കളയാം? പയ്യും ഇവിടുത്തെ പോയി, അതുപോലെ തന്നെ ഇവിടുത്തെ ആൽഫയും പോയി, പയ്യും പോയി, അതുപോലെ തന്നെ ഇവിടുത്തെ ആൽഫ റൈസ് ടു 4 പോയി, ഇവിടുത്തെ ആൽഫ റൈസ് ടു 4 പോയി. അപ്പോൾ എന്തായിരിക്കും കിട്ടാം E0 ഡിവൈഡഡ് ബൈ 10 റൈസ് ടു 4 3 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അതായത് 3 ഡിവൈഡഡ് ബൈ 4 E0 ഇൻറ്റു 10 റൈസ് ടു -4 എന്ന് കിട്ടും. നമുക്ക് ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഉണ്ടായിരിക്കാം? ഓപ്ഷൻ സി ആണ് കറക്റ്റ്.